അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ ജഅൽ അഅമാലനാ കുല്ലഹാ സാലിഹ വജഅൽഹാ ഖാലിസത്തൻ ലിവജ്ഹിക്കൽ കരീം വലാ തജ്അൽ ലിഅഹദിൻ ഫീഹാ ശൈഅ. ഏറെ പ്രിയപ്പെട്ട QVP പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധ കലാം പഠിക്കുന്ന, അത് ജീവിതത്തിൽ പകർത്തുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അള്ളാഹു നാമെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സൂറത്തുൽ അഹ്സാബിൽ 15-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അഹ്സാബ് യുദ്ധത്തെക്കുറിച്ച്, ഖന്തക് യുദ്ധത്തെക്കുറിച്ച് വളരെ വിശദീകരിച്ച് അവിടെ നടന്ന പ്രധാന സംഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ എടുത്തുദ്ധരിക്കുകയാണ്. അതിൽ പ്രധാനമായും അള്ളാഹു പരാമർശിച്ചത് മുനാഫിക്കുകളുടെ പലതരത്തിലുള്ള നിലപാടുകളെ പറ്റിയാണ്. അവർ അവിടെ അണിയണിയായി നിന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് പല ആളുകളെയും പിറകോട്ട് വലിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യത്തെ പറ്റിയാണ്. അതുപോലെ തന്നെ തങ്ങളുടെ വീടുകളെക്കുറിച്ച് പറഞ്ഞ് ഭയന്നുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നൊക്കെ പറയുന്നവരായിക്കൊണ്ടാണ് മുനാഫിക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് 16-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അത് നമുക്ക് ആയത്തൊന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഖുൽ ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി ഔൽ ഖത്ൽ വഇദൻ ലാ തുമത്തഊന ഇല്ലാ ഖലീലാ. قل من ذا الذي يعصمكم من الله إن أراد بكم سوءا أو أراد بكم رحمة ولا يجدون لهم من دون الله وليا ولا نصيرا. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക, ലൻ യൻഫഅകുമുൽ ഫിറാറു, നിങ്ങൾക്ക് ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത് യാതൊരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്യുകയില്ല. ഇൻ ഫറർതും മിനൽ മൗതി അവിൽ ഖത്ലി, നിങ്ങൾ മരണത്തിൽ നിന്ന്, മരണത്തെ ഭയന്നാണല്ലോ യുദ്ധത്തിൽ നിന്ന് പിറകോട്ട് ഓടിപ്പോകുന്നത് മുനാഫിക്കുകൾ, അല്ലെങ്കിൽ ഖത്ൽ, ശത്രുക്കളാൽ കൊല്ലപ്പെടുന്നത് ഭയന്നാണല്ലോ നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിപ്പോകുന്നത്. അങ്ങനെ ഓടിപ്പോയി എന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്, ആ ഒരു ഓടിപ്പോകൽ യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. ഇതല്ല തുമത്തഊന ഇല്ലാ ഖലീല, ഇനി നിങ്ങളങ്ങനെ ഓടിപ്പോയി തൽക്കാലം ആ ഒരു യുദ്ധരണാങ്കണത്തിൽ നിന്ന്, ആ ശത്രുക്കളുടെ കയ്യാൽ കൊല്ലപ്പെടുന്നതിൽ നിന്നൊക്കെ തൽക്കാലം നിങ്ങൾ രക്ഷപ്പെടുകയാണെങ്കിൽ തന്നെ അള്ളാഹു നിശ്ചയിച്ച ആ ഒരു കുറച്ചു കാലം മാത്രമല്ലേ നിങ്ങൾക്ക് സുഖം അനുഭവിച്ച് ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൻ, അങ്ങനെ നിങ്ങൾ തിരിച്ചോടിപ്പോയാൽ തന്നെ ലാ തുമത്തഊന, നിങ്ങൾക്ക് സുഖിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല, സുഖിച്ച് ജീവിക്കാനുള്ള അവസരം നൽകപ്പെടുകയില്ല. ഇല്ലാ ഖലീല, വളരെ കുറച്ചല്ലാതെ. ദുനിയാവ് മൊത്തത്തിൽ തന്നെ കുറച്ചാണ്. അതിലൊരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. ആ ഒരു വളരെ കുറഞ്ഞൊരു കാലഘട്ടം മാത്രമല്ലേ അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ച് നിങ്ങൾ എവിടേക്കാണ്, മരണത്തിൽ നിന്നാണ് നിങ്ങൾ ഓടി ഒളിക്കുന്നത്. ആ ഒരു ഓട്ടം നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയാൻ വേണ്ടി പ്രവാചകനോട് കൽപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഖുൽ മൻ ദല്ലദീ യഅസിമുകും മിനല്ലാഹ്. ഖുൽ, പ്രവാചകരെ പറയുക, ചോദിക്കുക, മൻ ദല്ലദീ, ആരാണ്, യഅസിമുകും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനുള്ളത്, ഇൻ അറാദ ബികും സൂഅൻ ഔ അറാദ ബികും റഹ്മ, അള്ളാഹു നിങ്ങൾക്ക് വല്ല കാരുണ്യവും നൽകണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദോഷം വരുത്തണമെന്ന് ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തെയും മറികടന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ആരാണുള്ളത്? അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയെയും ധിക്കരിച്ചുകൊണ്ട് അതിനെയും പിറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റി നിങ്ങൾ എങ്ങോട്ടാണ് ഈ ഓടി രക്ഷപ്പെടുന്നത് എന്നാണ് മുനാഫിക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലാ യജിദൂന, അവർക്ക് ആ ഒരു സന്ദർഭത്തിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല. അള്ളാഹു അവർക്ക് വല്ല ദോഷവും ബാധിപ്പിക്കണമെന്ന് കരുതുകയാണെങ്കിൽ അവരതിൽ നിന്ന് സംരക്ഷിക്കാൻ ആരുമില്ല. വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ
അവരുടെ കാര്യത്തിൽ അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. വലിയൻ വലാ നസീറ, ഒരു വലിയനെ, ഒരു രക്ഷാധികാരിയെയോ, വലാ നസീറ, ഒരു ഒരു സഹായിയെയോ അള്ളാഹുവിന് പുറമെ അവർക്ക് ആ ഒരു സന്ദർഭത്തിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും വൽ ഖായിലീന ലിഇഖ്വാനിഹിം ഹലുമ്മ ഇലൈനാ വലാ യഅ്തൂനൽ ബഅസ ഇല്ലാ ഖലീലാ. അള്ളാഹു എന്നിട്ട് പറയുന്നു, ഖദ്, ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ആ ഇനി പറയാൻ പോകുന്ന കാര്യത്തെ തീർച്ചപ്പെടുത്തുന്ന, ഉറപ്പിക്കുന്ന ഒരു ഹർഫാണ് ഖദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഖദ് എന്നിവിടെ വന്നതിന് ശേഷം വന്നത് യഅ്ലമു എന്ന ഫിഇലാണ്, ഒരു പ്രവർത്തനത്തെ അറിയിക്കുന്ന ഒരു ക്രിയയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്കറിയാം അറബി ഭാഷയിൽ രണ്ട് തരത്തിൽ ഇത്തരത്തിൽ ഫിഇലുകൾ, പ്രവർത്തനത്തെ അറിയിക്കുന്ന പദം വരാറുണ്ട്. ഒന്ന് മാളിയായ രൂപത്തിലും മുളാരിയായ രൂപത്തിലും. മാളിയായത് എന്ന് പറഞ്ഞാൽ ഭൂതകാലഘട്ടത്തിൽ കഴിഞ്ഞു പോയതിനെ അറിയിക്കുന്ന, ഇപ്പോൾ അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, അങ്ങനെ ഭൂതകാലത്തെ അറിയിക്കുന്ന ഒരു ക്രിയയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ യഅ്ലമു എന്ന് പറഞ്ഞാൽ ഭാവി കാലത്തെയോ അല്ലെങ്കിൽ വർത്തമാനകാലത്തെയോ അറിയിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. യഅ്ലമു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയുന്നു അല്ലെങ്കിൽ അറിയും എന്നർത്ഥമാണ്. അലിമ എന്ന് പറഞ്ഞാലോ അറിഞ്ഞു എന്ന് കഴിഞ്ഞ കാലഘട്ടത്തെ അറിയിക്കുന്ന അർത്ഥമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, യഅ്ലമു എന്ന പോലെയുള്ള മുദാരിആയ ഒരു ഫിഇലിൻ്റെ മുമ്പ് ഖദ് എന്ന പദം വരികയാണെങ്കിൽ, ഇവിടെ ഖദ് വന്നു, അതിനുശേഷം മുദാരിആയ വർത്തമാനകാലത്തെയോ ഭാവി കാലത്തെയോ അറിയിക്കുന്ന പ്രയോഗമാണ് ഇവിടെ ഫിഇലായി വന്നിട്ടുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ രണ്ട് തരത്തിലാണ് അർത്ഥം വരിക. ഒന്ന്, ചിലപ്പോൾ, ഇപ്പോൾ ഖദ് യഫ്അലു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിലപ്പോഴൊക്കെ പ്രവർത്തിച്ചേക്കാം, ചിലപ്പോൾ പ്രവർത്തിക്കും എന്നുള്ള അർത്ഥമാണ്. രണ്ടാമതൊരർത്ഥം അതിന് വരാനുള്ളത് ഖദ് യഅ്ലമു എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഖദ് യഫ്അലു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരർത്ഥമുള്ളത് തീർച്ചയായും അവൻ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ സന്ദർഭ തെളിവുകൾക്ക്, സാഹചര്യ തെളിവുകളൊക്കെ വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഖദ് യഅ്ലമുല്ലാഹു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം തീർച്ചയായും അള്ളാഹു അറിയുന്നതാണ്, അറിഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ഇൽമിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പിന്നെ അറിയുമായിരിക്കും എന്നുള്ളൊരർത്ഥം വെക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അവിടെ അർത്ഥം തീർച്ചയായും അള്ളാഹു അറിയുന്നുണ്ട്. അൽ മുഅവ്വിഖീന മിൻകും, മുഅവ്വിഖീന എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പന്മാരെ, ആളുകൾ നന്മയിലേക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ ആ യുദ്ധ രണാങ്കണത്തിൽ അണിനിരന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുന്ന ആളുകളെ അള്ളാഹു കൃത്യമായി അറിയുന്നുണ്ട്. അവർ പ്രവാചകനിൽ നിന്നൊക്കെ ഒളിച്ചും പാത്തിയും ഈ പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹു അവരെ കാണുന്നില്ല എന്നവർ മനസ്സിലാക്കരുത്. അപ്പോൾ നിങ്ങളിൽപ്പെട്ട മുഅവ്വിഖീങ്ങളെ, അതായത് പിന്തിരിപ്പന്മാരെ അള്ളാഹു കൃത്യമായി അറിയുന്നുണ്ട്. വൽ ഖായിലീന ലി ഇഖ്വാനിഹിം, തങ്ങളുടെ സഹോദരങ്ങളോട്, യുദ്ധത്തിന് അണിയണിയായി നിന്ന സഹോദരങ്ങളോട് ഇത്തരത്തിൽ പറയുന്ന ആളുകളെയും അള്ളാഹു അറിയുന്നുണ്ട്. വൽ ഖായിലീന, പറയുന്ന ആളുകൾ, ലി ഇഖ്വാനിഹിം, തങ്ങളുടെ സഹോദരങ്ങളോട്, ഹലുമ്മ ഇലൈന, മദീനയിലേക്ക്. ഹലുമ്മ എന്ന് പറഞ്ഞാൽ അക്ബിൽ, നിങ്ങൾ കടന്നു വരിക, നമ്മളിലേക്ക് വരിക. ഹലുമ്മ ഇലൈന, നിങ്ങൾ മദീനയിലേക്ക്, നമ്മളിലേക്ക് തിരിച്ചു വാ, നിങ്ങൾ യുദ്ധത്തിന് നിൽക്കേണ്ടതില്ല, വെറുതെ കൊല്ലപ്പെടുന്നത് എന്തിനാണ് എന്നുള്ള അർത്ഥത്തിൽ ജനങ്ങളെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്ന, അവിടെ ഫിത്നയുണ്ടാക്കുന്ന ആളുകളെ അള്ളാഹു കൃത്യമായി അറിയുന്നുണ്ട് എന്നുള്ള ഒരു താക്കീതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലാ യഅ്തൂനൽ ബഅസ, അവർ യുദ്ധത്തിലേക്ക് വരികയില്ല, ഇല്ലാ ഖലീല, വളരെ നാമമാത്രമായിക്കൊണ്ട്, വളരെ കുറച്ചായിട്ടല്ലാതെ അവർ യുദ്ധത്തിൽ പങ്കെടുക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് വീണ്ടും അള്ളാഹു മുനാഫിക്കുകളുടെ പലതര ലക്ഷണങ്ങളും അവരുടെ മറ്റു ചില സ്വഭാവങ്ങളുമാണ് അള്ളാഹു പിന്നീടുള്ള ആയത്തുകളിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അശിഹ്ഹതൻ അലൈക്കും فإذا جاء الخوف رأيتهم ينظرون إليك تدور أعينهم كالذي يغشى عليه من الموت فإذا ذهب الخوف سلقوكم بألسنة حداد أشحة على الخير
ഉലൈക ലം യുഅ്മിനൂ ഫഅഹ്ബതല്ലാഹു അഅ്മാലഹും വകാന ദാലിക അലല്ലാഹി യസീറാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളുടെ മറ്റ് ചില സ്വഭാവങ്ങളും കൂടി അല്ലാഹു പറയുകയാണ്. അവർ യുദ്ധത്തിലേക്ക് മുഅ്മിനീങ്ങളെ സഹായിക്കാൻ വരികയില്ല. എന്തുകൊണ്ടാണ്? അശിഹത്തൻ അലൈക്കും, നിങ്ങളോടുള്ള പിശുക്ക് ആയവരാ, നിങ്ങളെ സഹായിക്കാനുള്ള പിശുക്ക് കാരണമാണ് അവർ നിങ്ങളെ സഹായിക്കാൻ വരാത്തത്, നിങ്ങളെ സഹായിക്കാനുള്ള സന്നദ്ധത കാണിക്കാത്തത്. അശിഹത്തൻ എന്ന് പറഞ്ഞാൽ, ഷഹീഹ് എന്ന് പറഞ്ഞാൽ പിശുക്കൻ എന്നാണ് അർത്ഥം. അതിൻ്റെ ബഹുവചന രൂപമാണ് അശിഹത്തുൻ എന്ന് പറയുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീഹ് എന്ന് പദം പ്രയോഗിച്ചത് ശ്രദ്ധേയമാണ്. കാരണം കേവലം പിശുക്കൻ എന്നതിനപ്പുറം ഷഹീഹ് എന്ന് പറഞ്ഞാൽ തൻ്റെ കയ്യിലുള്ളത് കൊടുക്കാനുള്ള മടി എന്നതിൻ്റെ കൂടെ മറ്റുള്ളവരുടെ കയ്യിലുള്ളത് വാങ്ങിയെടുക്കാനുള്ള ആ ഒരു ദുർമോഹം കൂടി, ആ ഒരു അത്യാഗ്രഹം കൂടി, ആ ഒരു പണത്തോടുള്ള ദുരാഗ്രഹം കൂടി ആ ഒരു അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുനാഫിക്കുകളെ ഒരൊറ്റ വാക്കിൽ അല്ലാഹു വിശേഷിപ്പിക്കുകയാണ്. അവർ മുഅ്മിനീങ്ങളെ സഹായിക്കാനുള്ള സന്നദ്ധത കാണിക്കുകയില്ല എന്നതിന് പുറമെ പിന്നീട് വിശദീകരണം വരുന്നത് പോലെ മുഅ്മിനീങ്ങൾക്ക് യുദ്ധത്തിൽ വല്ല വിജയവും ഉണ്ടായാൽ അതിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കൾ, യുദ്ധാർജിത സ്വത്തുക്കൾ, അത് കൈക്കലാക്കാൻ അവർക്ക് വല്ലാത്ത തിടുക്കവും ആഗ്രഹവും ഉണ്ടാവുകയും അവർ ആ ഒരു സമയത്ത് മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യും എന്നുള്ളത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അല്ലാഹു പറയുകയാണ്, നിങ്ങളെ സഹായിക്കാൻ യുദ്ധത്തിൽ വരാത്തത് നിങ്ങളോടുള്ള അങ്ങേയറ്റത്തെ പിശുക്ക് കാരണവും ദുരാഗ്രഹവും കാരണവുമാണ്. ഫഇദാ ജാഅൽ ഖൗഫു, ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം വന്നെത്തിയാൽ, അതായത് യുദ്ധം വന്നെത്തിയാൽ അവരുടെ ഭീരുത്വത്തെക്കുറിച്ചാണ് അള്ളാഹു പിന്നീട് പറയുന്നത്. യുദ്ധം വന്നാലുള്ള അവരുടെ ധൈര്യം എത്രത്തോളം ഉണ്ട് എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഫഇദാ ജാഅൽ ഖൗഫു, യുദ്ധഭീതി വന്നെത്തിയാൽ, റഅയ്തഹും, പ്രവാചകരെ താങ്കൾക്ക് അവരെ കാണാം, യൻദുറൂന ഇലൈക്, താങ്കളിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുന്നവരായിക്കൊണ്ട് പ്രവാചകരെ താങ്കൾക്ക് മുനാഫിക്കീങ്ങളെ കാണാം ഭയന്നുകൊണ്ട്. തദൂറു അഅ്യുനുഹും, അവരുടെ ഭയത്തിൻ്റെ ആ ഒരു ഭീകരത അല്ലാഹു നമുക്ക് കാണിച്ചു തരികയാണ്. തദൂറു, അവരുടെ കണ്ണുകൾ ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഭയവിഹ്വലത കാരണം കണ്ണുകൾ ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഏതുപോലെ? കല്ലദീ, യാതൊരുവനെ പോലെ, യുഗ്ഷ അലൈഹി മിനൽ മൗത്ത്, മരണം വന്നെത്തുന്ന ഒരാൾ എത്രത്തോളം ഭയപ്പാടോടുകൂടിയായിരിക്കും ആ ഒരു മരണം ആസന്നമാകുന്നത് കാണുന്നത്, അതുപോലെ അവർ യുദ്ധം വന്നെത്തുമ്പോൾ അതിനെ നോക്കിക്കാണുന്നതാണ്. ഫഇദാ ദഹബൽ ഖൗഫു, എന്നാൽ യുദ്ധഭീതി പോയി കഴിഞ്ഞാലോ? ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം എന്നുള്ളതാണ്. ഇവിടെ എന്ത് ഭയമാണ് ഉദ്ദേശിക്കുന്നത്? സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, യുദ്ധഭീതിയാണ്, യുദ്ധത്തെ തൊട്ടുണ്ടാകുന്ന ഭയമാണ്. അത്തരത്തിലുള്ള യുദ്ധഭയം, യുദ്ധം നീങ്ങിക്കഴിഞ്ഞാലോ? സലഖൂക്കും, അങ്ങനെ യുദ്ധഭയം നീങ്ങിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ, മുഅ്മിനീങ്ങളെ കുത്തിപ്പറയുന്നവരായി നിങ്ങൾക്ക് കാണാം പ്രവാചകരെ. ബി അൽസിനത്തിൻ ഹിദാദിൻ, അവരുടെ മൂർച്ചയേറിയ നാവുകൾ കൊണ്ട് മുഅ്മിനീങ്ങളെ കുറ്റം പറയുന്നവരെ. അതായത് യുദ്ധഭയം നീങ്ങിക്കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് വിജയം സംഭവിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് യുദ്ധാർജിത സ്വത്തുക്കൾ നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഗനീമത്ത് സ്വത്ത്, യുദ്ധാർജിത സ്വത്ത് വീതം വെക്കുന്ന സന്ദർഭത്തിൽ അവർ നല്ല ആഗ്രഹത്തിൽ മുന്നിട്ട് വരുന്നതാണ്. ആ ഒരു സന്ദർഭത്തിൽ അവർക്ക് ലഭിക്കുന്നതിൽ വല്ല കുറവോ മറ്റോ നേരിട്ട് കഴിഞ്ഞാൽ അവർ മുഅ്മിനീങ്ങളെ അവരുടെ മൂർച്ചയേറിയ നാവുകൾ കൊണ്ട് കുത്തി നോവിക്കുന്ന ആ ഒരു സ്വഭാവം, ആ ഒരു വൃത്തികെട്ട സ്വഭാവം അള്ളാഹു അവരെ ഇവിടെ വിശേഷിപ്പിക്കുകയാണ്. അശിഹത്തൻ അലൽ ഖൈർ, അശിഹത്തൻ അലൽ ഖൈർ, അശിഹത്തൻ എന്ന് പറഞ്ഞാൽ പിശുക്കന്മാരായിക്കൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അലൽ ഖൈർ, എന്തിനോടുള്ള പിശുക്ക്? ഖൈറിനോടുള്ള. ഖൈർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം സമ്പത്തി എന്നുള്ളതാണ്. സമ്പത്തിനോടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സ്ഥലങ്ങളിലും സമ്പത്തിനെ ഖൈർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ പണത്തോടുള്ള അങ്ങേയറ്റത്തെ പിശുക്ക് കാരണം, അതിനോടുള്ള അങ്ങേയറ്റത്തെ ദുരാഗ്രഹം, അത്യാഗ്രഹം കാരണം അവർ കിട്ടുന്നതിൽ വല്ല കുറവോ മറ്റോ നേരിട്ടാൽ മുഅ്മിനീങ്ങൾ അവരുടെ നാവുകൾ കൊണ്ട് കുത്തി നോവിക്കുന്നതാണ്. ഉലൈക ലം യുഅ്മിനൂ, ഇതൊക്കെ അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാതൊന്നും ത്യജിക്കാനുള്ള ഒരു മനസ്സില്ലായ്മ, ഇതൊക്കെ മനസ്സിൽ ഈമാൻ ഉറക്കാത്തത് കാരണത്താലാണ്. ഉലൈക, അക്കൂട്ടർ, ലം യുഅ്മിനൂ, അവർ വിശ്വസിച്ചിട്ടില്ല, ഈമാൻ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫഅഹ്ബതല്ലാഹു അഅ്മാലഹും,
ഈമാനിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ കെട്ടിയുയർത്തപ്പെട്ട അമലുകൾ അത് അള്ളാഹുവിങ്കിൽ സ്വീകാര്യമാകുന്നതല്ല, അത് അള്ളാഹുവിങ്കിൽ പരിഗണനീയമല്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അമലുകളെ പൊളിച്ചു കളയുന്നതാണ്. കാരണം ഈമാൻ മനസ്സിൽ ഒരു തരി പോലും ഇല്ല എന്നുണ്ടെങ്കിൽ, കുഫറാണ് മനസ്സിലെങ്കിൽ അള്ളാഹുവിങ്കിൽ കർമ്മങ്ങൾക്ക് തൂക്കം, പരിഗണന ഉണ്ടാവുകയില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. വകാന ദാലിക അലല്ലാഹി യസീറ. ഇക്കാര്യമൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം എളുപ്പമുള്ള കാര്യമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരായത്തും കൂടെ മുനാഫിക്കുകളുടെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് അള്ളാഹു മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഹ്സബൂനൽ അഹ്സാബ ലം യദ്ഹബൂ വഇൻ യഅതിൽ അഹ്സാബു യവദ്ദൂ ലൗ അന്നഹും ബാദൂന ഫിൽ അഅറാബി യസ്അലൂന അൻ അംബാഇകും വലൗ കാനൂ ഫീകും മാ ഖാതലൂ ഇല്ലാ ഖലീലാ. യഹ്സബൂന, മുനാഫിക്കുകൾ കരുതുകയാണ്, അൽ അഹ്സാബ ലം യദ്ഹബു, അതായത് നമ്മൾ നേരത്തെ വിശേഷിപ്പിച്ചല്ലോ 24ഓളം ദിവസങ്ങൾ ശത്രു സൈന്യം മദീനത്തിൻ്റെ ചുറ്റുഭാഗത്തും മുഅ്മിനീങ്ങളെ വലയം ചെയ്ത് തടഞ്ഞു വെച്ച ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ശക്തമായ ഒരു കാറ്റയച്ചുകൊണ്ട്, ഈ അഹ്സാബ് യുദ്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന 1-ാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞത് ആ ഒരു സന്ദർഭത്തെയാണ്. അള്ളാഹു നിങ്ങൾക്ക് കാറ്റയച്ചുകൊണ്ട് ശത്രുക്കളെ തുരത്തിയോടിച്ച ഒരു സന്ദർഭം. അത്തരത്തിൽ അള്ളാഹു സഹായിച്ച് ശത്രുക്കൾ ഭയന്നുകൊണ്ട് തിരിച്ചുപോയി എന്ന് മുനാഫിക്കുകൾ വിശ്വസിക്കുന്നില്ല. അതാണ് അള്ളാഹു പറയുന്നത്, യഹ്സബൂനൽ അഹ്സാബ, മുനാഫിക്കുകൾ കരുതുന്നു അഹ്സാബ്, ആ ഒരു സംഘമായി വന്ന ശത്രുക്കൾ തിരിച്ചുപോയിട്ടില്ല എന്ന്. അവരവിടെ തന്നെ ഉണ്ട്, നമ്മൾ ആക്രമിക്കാൻ വീണ്ടും വരുമെന്നുള്ള ഭയത്തിലാണ് മുനാഫിക്കുകൾ. ഇനി വഇയത്തിൽ അഹ്സാബു, അഹ്സാബ് ആ ഒരു സംഘം ശത്രുക്കൾ മദീനയിലേക്ക് തിരിച്ചു വരികയാണെങ്കിലോ, യവദ്ദു, മുനാഫിക്കുകൾ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, ലൗ അന്നഹും, അവർ ആയിരുന്നുവെങ്കിൽ, അവർ ഈ മദീനയുടെ ഉള്ളിൽ ആയതിന്, ഈ ഒരു യുദ്ധ ഭീതിയെ നേരിടുന്നതിന് അവർ അങ്ങേയറ്റം വെറുക്കുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാതൊന്നും ത്യജിക്കാനോ വേദന അനുഭവിക്കാനോ അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അഹ്സാബ് എങ്ങാനും ഇനി വന്നെങ്കിൽ അവരാഗ്രഹിക്കുക, ലൗ അന്നഹും, അവരായിരുന്നുവെങ്കിൽ, ബാദൂന ഫിൽ അഅറാബ്, ബാദൂന എന്ന് പറഞ്ഞാൽ ബാദിൻ എന്നതിൻ്റെ ബഹുവചനമാണ്. ബാദൂന എന്ന് പറഞ്ഞാൽ ബദുക്കൾ എന്ന് നമ്മൾ പറയുമല്ലോ, ഇംഗ്ലീഷിൽ ബെഡോയിൻസ് എന്ന് പറയുന്നത്, അതായത് മരുഭൂമിയിൽ വസിക്കുന്ന ആളുകൾക്കാണ്. അവിടെ ഇങ്ങനെ കൂടാരങ്ങളൊക്കെ കെട്ടി അങ്ങനെ താമസിക്കുന്ന മരുഭൂവാസികൾക്കാണ് ബാദൂന എന്ന് പറയുന്നത്. ബാദൂന ഫിൽ അഅറാബ്, അറാബ് എന്ന് പറഞ്ഞാലും അത്തരത്തിൽ മരുഭൂമികളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് അറാബ് എന്ന് പറയുന്നത്. അത്തരത്തിൽ അറാബികളിൽപ്പെട്ട മരുഭൂവാസികളായിരുന്നുവെങ്കിൽ നമ്മൾ എന്നവരെ ആഗ്രഹിക്കുകയാണ്. കാരണം അപ്പോൾ ഇത്തരത്തിലുള്ള യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട, ശരീരം വേദനിപ്പിക്കേണ്ട അങ്ങനെ ഒരു കേവലം ഒരു മരുഭൂവാസിയായി കഴിയുകയാണെങ്കിൽ അവർക്കിങ്ങനെ എന്താണ് യുദ്ധത്തിൽ നടന്നത് എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞ് അവിടെ ആ ഒരു സന്ദേശങ്ങൾ കിട്ടി അങ്ങനെ കഴിഞ്ഞാൽ മതി. ഈ ഒരു ഭയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് അവർ അറാബികളുടെ കൂട്ടത്തിലെ മരുഭൂവാസികളായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ്. യസ്അലൂന അൻ അംബാഇക്കും, അങ്ങനെ മരുഭൂമിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ഒരു യുദ്ധത്തിൻ്റെ കഥകളും കാര്യങ്ങളുമൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ സമാധാനത്തിൽ അങ്ങനെ കഴിയുന്നവരായിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിക്കുകയാണ്. വലൗ കാനൂ ഫീക്കും, ഇനി അവർ ശത്രുക്കൾ കടന്നു വരുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ, വലൗ കാനൂ, ആ മുനാഫിക്കുകൾ, ഫീക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ, മാ ഖാതലു ഇല്ലാ ഖലീല, അവർ നിങ്ങളുടെ കൂടെ ആത്മാർത്ഥമായി എന്തെങ്കിലും ഉപകാരമുണ്ടാകുന്ന രൂപത്തിൽ യുദ്ധം ചെയ്യുകയോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുകയോ ഇല്ല. ഇനി ശത്രുക്കൾ വരുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തന്നെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോരാടാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ അവർ വളരെ കുറച്ചല്ലാതെ ആത്മാർത്ഥമായിട്ട് ഒരു തരി പോലും അവർ യുദ്ധം ചെയ്യുകയില്ല. മാ ഖാതലു, അവർ യുദ്ധം ചെയ്യുകയില്ല, ഇല്ല ഖലീല, വളരെ കുറച്ചല്ലാതെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് ആ ഒരു യുദ്ധ സന്ദർഭത്തിൽ നടന്ന പ്രധാനമായും മുനാഫിക്കുകളുടെ ആ ഒരു ചതിപ്രയോഗങ്ങളെക്കുറിച്ചാണ് അല്ലാഹു വിശദീകരിച്ച് പറയുന്നത്. അതിന് സൂറത്തിൻ്റെ ആദ്യ ഭാഗവുമായി ബന്ധമുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആദ്യ ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്, താങ്കൾ ഈ പ്രബോധനവുമായി മുന്നോട്ട് പോകുമ്പോൾ
അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് കൽപ്പനകൾക്കെതിരായിക്കൊണ്ട് കാഫിരീങ്ങളും മുനാഫിക്കുകളും താങ്കൾക്ക് വല്ല ഉപദേശങ്ങളും വലിയ ഗുണകാംക്ഷയുള്ളവരാണ് എന്ന തരത്തിൽ താങ്കളോട് പല നിർദ്ദേശങ്ങളും താങ്കൾ ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറയുമെങ്കിലും അതിനൊന്നും പ്രവാചകരെ ചെവി കൊടുക്കരുത്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ കൂടെ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു മുനാഫിക്കുകളുടെ ആ ഒരു ചതിപ്രയോഗങ്ങളെ മുഅ്മിനീങ്ങളെ പ്രവാചകരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാ അവരെ അനുസരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോവുക. കാരണം അവരുടെ പല വൃത്തികെട്ട സ്വഭാവങ്ങളും നിങ്ങൾ ഈ ഒരു അഹ്സാബ് യുദ്ധ സന്ദർഭത്തിൽ കണ്ടതല്ലേ എന്ന തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് മറ്റൊരു വിഷയത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കടക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. നമ്മൾ പഠിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വിജ്ഞാനങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലിം അലാ നബിയിന മുഹമ്മദ്.